2007 മോഡൽ എസ്റ്റിലോ 1.27 ഓടി 28 വരെ പേപ്പറുണ്ട്. 28 വരെ ഉണ്ട്. 28 വരെ പേപ്പറുണ്ട്. 2023 വെർച്ചസ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 17,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. ജെനുവിൻ കിലോമീറ്റർ. വണ്ടി ഓടാൻ തന്നെ ടൈം ആയിട്ട്. 2018 മോഡൽ പോളോ, പെട്രോൾ ആണ്. കംഫോർട്ട് ലൈൻ. മൈലേജ് എങ്ങനെയാണ്? മൈലേജ് ഒരു 15. 60,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർ. ജെനുവിൻ കിലോമീറ്റർ ആണ് വണ്ടി. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. സർവീസ് കാര്യങ്ങളെല്ലാം ഇപ്പോഴും കമ്പനിയിലാണ്. 2015 സെലേറിയോ LXi സിംഗിൾ ഓണർ വണ്ടി. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് 2017-18 അൾട്ടോ K10 ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ. 66 കിലോമീറ്റർ ഓടിക്കും. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് തോട്ടക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് കടുവാപ്പള്ളി കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോൾ തോട്ടക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. ഷോപ്പിന്റെ പേര് TVM കാസ് എന്നാണ് ഷോപ്പിന്റെ പേര്. കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു വിസ്ത, പിന്നെ എസ്റ്റിലോ അങ്ങനെയൊക്കെ ഉള്ളത് നോക്കുന്നവർക്കും, പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികൾ നോക്കുന്നവർക്കും, പിന്നെ അവിടെ 17,000 മാത്രം ഓടിയ വേറൊരു കുഴപ്പ സാധനം കിടപ്പുണ്ട്. അങ്ങനെയുള്ള വണ്ടികളൊക്കെ നോക്കുന്നവർക്കൊക്കെ കാണാൻ പറ്റിയ നല്ലൊരു വീഡിയോ ആണ്. സാധാരണഗതിയിൽ ഇവിടെ വരുമ്പോൾ ഒരു മാന്യമായ വിലയിൽ തന്നെയാണ് ഇതുവരെയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ മാന്യമായ വില നോക്കി വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് എടുക്കാവുന്ന നല്ലൊരു സ്ഥാപനമാണ്. അപ്പോൾ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. 2014 എറ പ്ലസ് ഇയോൺ. എത്ര ഓടി? 81,000 കിലോമീറ്റർ ഓടി. സെക്കൻഡ് ഓണറിൽ നിൽക്കുന്ന. ആക്സിഡന്റ് കേസ്, റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല. തട്ടാമുട്ട കാര്യങ്ങളൊന്നും ഇല്ല. കിലോമീറ്റർ ഒക്കെ ജെന്യുവൻ ആണ്. കിലോമീറ്റർ ഒക്കെ ജെന്യുവൻ. 81,000 കിലോമീറ്റർ ഓടി. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് പാർക്ക് ആൻഡ് സെയിൽ ആണോ? പാർക്ക് ആൻഡ് സെയിൽ നമ്മളെ തന്നെ. ബാക്ക് ടയർ മാത്രമാണ്. ഫ്രണ്ട് ടയർ ആവറേജ് ടയർ ഉണ്ട്. ബോഡി കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ്. റീപെയിന്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എത്ര ചോദിക്കുന്നേ? വണ്ടി 2.20 കിട്ടിയാൽ കൊടുക്കും. 2.20 ലാസ്റ്റ് പ്രൈസ് ആണ്. ലാസ്റ്റ് പ്രൈസ്. എത്ര രൂപ നമുക്ക് ഇത് ഇറക്കാം? വണ്ടി ഒരു 1.80 ഒക്കെ മതി. ലോണ് 2.5 രൂപയൊക്കെ കിട്ടും. 2007 മോഡൽ എസ്റ്റിലോ 1.27 ഓടി 28 വരെ പേപ്പറുണ്ട്. 28 വരെ ഉണ്ട്. 28 വരെ പേപ്പറുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ചെറുതായിട്ട് ടെസ്റ്റിന് വേണ്ടി ചെറുതായിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബമ്പറും കാര്യങ്ങളും മാത്രം. അല്ല വേറെ ഒന്നും വന്നില്ല. വണ്ടിക്കകമൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട്, കുഴപ്പമില്ല. ടയർ കണ്ടീഷനൊക്കെ ആവറേജ് ടയേഴ്സ് ഉണ്ട്. ബാക്ക് സൈഡും ഒക്കെ കൊള്ളാം. എത്ര ചോദിക്കുന്നേ? വണ്ടി 1.27. പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാ, നമ്മളെ വണ്ടി. 1.27 ചോദിക്കുന്നത്. 1.10 കിട്ടിയാ കൊടുക്കും. ലോൺ സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. 2007 വണ്ടി. 2007 അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ വണ്ടി. അത്യാവശ്യം നല്ല വണ്ടിയാണ്. നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇനി 28 വരെ പേപ്പർ ഉണ്ട്. 2010 മോഡല് ടാറ്റ വിസ്ത 1,00,000 കിലോമീറ്റർ ഓടി. സെക്കൻഡ് ഓണറിൽ നിൽക്കുന്ന വണ്ടി. ഒന്ന് തേച്ച്. അപ്പൊ ഈ 1,00,000 ടൈമിംഗ് ചെയിനൊക്കെ മാറിയതാ. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. AC ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. നീറ്റ് ആൻഡ് ക്വാളിറ്റിയാ വണ്ടി. നല്ല കൂളിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യം. പിന്നെ സീറ്റ് കവർ മാത്രം ഒത്തിരി ശകലം മോശമായിട്ടുള്ളൂ. എത്ര ചോദിക്കുന്നേ? വണ്ടി 95. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് പ്രൈസ് അല്ല, അഡ്ജസ്റ്റ് ചെയ്ത്. ഇത് മൈലേജ് ഒക്കെ ഒരു 20-22 ആ റേഞ്ച് ഒക്കെ വരുന്നില്ലേ? നല്ല മൈലേജ് ആണ്. മൈലേജ് നല്ല 22-23 കിട്ടും. ഡീസൽ അല്ലേ. ബാക്ക് ടയർ ശകലം മോശം. ഫ്രണ്ട് ആവറേജ് ടയർ ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ്സ്, റീടച്ചിങ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെയൊന്നും വന്നിട്ടില്ല. എന്നൊരു പേപ്പർ ഉണ്ട്. നീ പേപ്പർ അടുത്ത വർഷം ടെസ്റ്റ് ആണ്. അടുത്ത വർഷം ടെസ്റ്റ്. ടാറ്റ നെക്സോൺ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 60,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർ. ജെനുവിൻ കിലോമീറ്റർ ആണ് വണ്ടി. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. സർവീസ് കാര്യങ്ങളെല്ലാം ഇപ്പോഴും കമ്പനിയിലാണ്. ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. X6+ ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്.
ഇത് സീറ്റ് കവർ കാര്യങ്ങളൊന്നുമില്ല, വണ്ടി വന്ന അതേ മോഡലിൽ തന്നെ ഇരിക്കുകയാണ്. വണ്ടി നല്ല നീറ്റ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വണ്ടി നല്ല നീറ്റാണ്. ടയറും കാര്യങ്ങളൊക്കെ നല്ല ടയേഴ്സ് ഉണ്ട്. 4 ടയറും 80% ഡുവൽ ടോണും കാര്യങ്ങളൊക്കെയാണ്. വേറെ റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 8.5 അഡ്ജസ്റ്റ് ചെയ്ത് തരാം, നെഗോഷ്യബിൾ ആണ്. ഇത് ഏകദേശം എത്ര രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം? ഇതൊരു 6.5 വരെ ലോൺ കിട്ടും. 6.5. ബാക്കി പൈസ നമ്മളപ്പോ ഇടണം അല്ലേ? മൈലേജ് ഒക്കെ എങ്ങനെയാ? മൈലേജ് 18 കിട്ടും, 18-17 കിട്ടും. ഓട്ടോമാറ്റിക് നല്ല മൈലേജ് ഉള്ളതാണ്. 2019 മോഡല് വാഗനർ 1.2 ലിറ്റർ ഓട്ടോമാറ്റിക് ആണ്, VXI. എന്ത് ഓടിയിട്ടുണ്ട്? വണ്ടി 60,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർ വണ്ടി. ജെനുവൻ കിലോമീറ്റർ ആണ്. ഇതിലും ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കമ്പനി സർവീസ്. ഈ വണ്ടിക്കാകെ കൊള്ളാം, നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ചോദ്യം 5.5. ടോപ്പാണോ? ടോപ്പിന് തൊട്ട് താഴെ, പ്ലസിന് VXI. ടയറൊക്കെ നല്ല ടയർസ്, സെക്കൻഡ് ടയറാണ്. റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ടച്ചപ്പ് പോലും ചെയ്തിട്ടില്ല. ടച്ചപ്പ് പോലും വന്നിട്ടില്ല. എത്ര ഉണ്ട് ഇറക്കിയത്? വണ്ടി 5 രൂപ വരെ ലോൺ കിട്ടും. 5 വർഷം ലോൺ സൗകര്യം ഉണ്ട്. 2018 മോഡൽ പോളോ, പെട്രോൾ ആണ്, കംഫോർട്ട് ലൈൻ. മൈലേജ് എങ്ങനെയാണ്? മൈലേജ് ഒരു 15. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്, 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുള്ളി പാർക്ക് ആൻഡ് സെയിൽ വന്നിട്ടിരിക്കുകയാണ്. പുള്ളി ഗൾഫുകാരനാണ്, അതുകൊണ്ടാണ് വണ്ടി വിൽക്കാൻ. അങ്ങനെ ഇട്ടേക്കാണല്ലേ? അതുകൊണ്ടാണ് കുറച്ച് ഓടിയത്. വണ്ടി കൊടുക്കുന്നത്. അല്ലാതെ ഈ വണ്ടിയൊക്കെ എടുത്തിട്ട് 30,000 ഓടിയിട്ടുള്ളൂ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? പക്കാ നീറ്റാണ് വണ്ടി. അത് വണ്ടി കാണാനുണ്ട്, നല്ല വൃത്തിയുണ്ട് കാണാൻ. വണ്ടി കുറച്ച് അത്യാവശ്യം പണിഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പീക്കർ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, സ്പോയിലർ വെച്ചിട്ടുണ്ട്. അതൊക്കെ പ്രത്യേകം വെച്ചല്ലേ? സീറ്റ് കവർ സെപ്പറേറ്റ് ആണ്. റീപ്ലേസ്മെന്റ് ആയിട്ട് കാര്യങ്ങളൊന്നുമില്ല. പറഞ്ഞ കൊള്ളാം തന്നെ. ഡോറൊക്കെ ഭയങ്കര കട്ടി. നമ്മള് ഫ്രഷ് വണ്ടി തുറക്കുന്നു. അതിന്റെ ടയർ കണ്ടീഷൻ ഒക്കെ എല്ലാം 80% ഉണ്ട്. 4 ടയർ 80%. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. എത്ര ചോദിക്കുന്നത്? എത്ര? ഇത് 6.5. ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് പ്രൈസ് അല്ല, എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. നമ്മളെ പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. പുള്ളി ചോദിക്കുന്ന വിലയാണ്. വേറെ റീപ്ലേസ്മെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. 2018 ബലേനോ സീറ്റ. എത്ര കിലോമീറ്റർ ഓടി? ഇത് 64 ഓടി, സെക്കൻഡ് ഓണർ. അലോയ് വീല്, സ്റ്റീരിയോ ഒക്കെ ചെയ്തതാ. പ്രത്യേകിച്ച് ആക്സിഡന്റ് കേസ് ഒന്നുമില്ല. ഇതെങ്ങനെ ടോപ്പ് വേരിയന്റ് ആണോ? ടോപ്പ് അല്ല, ഏറ്റവും ബേസ് ആണ്. അതിലാണ് അലോയും. അങ്ങനെ ചെയ്തേക്കാം. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ സിസ്റ്റം ആംബൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കാണിക്കാം. കാണിക്കാം. ടയറൊക്കെ കൊള്ളാം, നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അത്യാവശ്യം ഒരുപാടുണ്ടെന്നല്ല, 50% ഉണ്ട്. നല്ല അലോയ് വീൽസ് ആണ്. ആംബും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അത്ര സ്ഥലം പോയി കേട്ടോ. സ്ഥലം എത്ര ചോദിക്കുന്നേ? ഇത് 5.25. ലാസ്റ്റ് പ്രൈസ് അല്ലല്ലോ? ലാസ്റ്റ് പ്രൈസ് അല്ല, അഡ്ജസ്റ്റ് ചെയ്തോ. 2015 സെലേറിയോ LXI സിംഗിൾ ഓണർ വണ്ടി, 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 70 കിലോമീറ്റർ ഒക്കെ ആണ്. ജെനുവൻ കിലോമീറ്റർ. ഹിസ്റ്ററി വേണമെങ്കിൽ എടുക്കാം. സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. റീപ്ലേസ് ആയിട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ബേസ് വേരിയന്റ് ആണോ? ബേസ് വേരിയന്റ് ആയിരുന്നു. ബേസ് വേരിയന്റില് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് കയറ്റിയത് അല്ലേ? ടയറും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷൻ ആണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? വണ്ടി 360. എത്ര രൂപ നമുക്ക് ഇറക്കാം? ഇതൊരു 320 ലോൺ കിട്ടും. നല്ല 15 മോഡലുള്ളതല്ലേ. നല്ലൊരു കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും. 15 ഡിസയർ VXI ആണ്, സിംഗിൾ ഓണർ വണ്ടി, 47,000 കിലോമീറ്റർ ഓടും. 47. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കിടക്കുന്ന വണ്ടിയാണ്. ടോപ്പ് വേരിയന്റ് ആണോ? ടോപ്പ് അല്ല, VXI തന്നെ. മിറർ അഡ്ജസ്റ്റർ വരുന്നുണ്ട്, മിറർ ഫോൾഡർ വരുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ല. വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല വൃത്തിയുണ്ട്.
നല്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ടയറും ഉണ്ട്. ടയർ ബാക്ക് ടയർ 50%, ഫ്രണ്ട് ടയർ ഉണ്ട്. അലോയ് വീൽസ് അല്ല. അലോയ് അല്ല. എല്ലാം ഇത് ഡീസലാ പെട്രോൾ? പെട്രോൾ. എത്ര പെട്രോൾ തന്നെ ഒരു 18-19 മൈലേജ് കിട്ടുന്നുണ്ട്. ആ, എത്ര ചോദിക്കുന്നത്? ഇത് 460. 460 നെഗോഷ്യബിൾ ആണ്, അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ഇത് 2017-18 അൾട്ടോ K10 ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണർ, 66 കിലോമീറ്റർ ഓടിക്കും. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. എത്രാമത്തെ ഓണർഷിപ്പ്? സിംഗിൾ ഓണർ. സിംഗിൾ. വണ്ടിക്കകമൊക്കെ കൊള്ളാം. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ബേസ് ആണോ ഇത്? ബേസ് ഇല്ല, VXI ആണ്. ടോപ്പ് എൻഡ്. നല്ല ടയേഴ്സ്, ടയറും കാര്യങ്ങളൊക്കെ നാലും ഉണ്ട്. റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. സിംഗിൾ ഓണറിൽ നീറ്റാ വണ്ടി തന്നെ. എത്ര ചോദിക്കുന്നത്? ഇത് 340. 340. നെഗോഷ്യബിൾ ആണ്. 2019 സാൻഡ്രോ, സിംഗിൾ ഓണർ വണ്ടിയാണ്. 67 കിലോമീറ്റർ ഓടി. 67,000. ടയറൊക്കെ സെക്കൻഡ് ടയേഴ്സ്, ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. എത്രാമത്തെ ഓണർഷിപ്പാ? സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ. നമ്മുടെ ഒരു സിംഗിൾ ഓണർ വണ്ടി കളിയില്ല. അതേ ഉള്ളൂ തോന്നി. ഈ വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? വേറെ വിഷയ കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 2 ഡോർ പവർ വിൻഡ് ആണ്. മാഗ്ന. ടയർ കണ്ടീഷൻ ബാക്ക് ശകലം മോശമാണ്. ഫ്രണ്ട് നല്ല ടയേഴ്സ് ആണ്. ഫ്രണ്ട് രണ്ടും ടയറാണ്. റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 360. 360 ചോദിക്കും. ലാസ്റ്റ് പ്രൈസ് അല്ലല്ലോ? ലാസ്റ്റ് 19 ഡിസയർ ഓട്ടോമാറ്റിക് ഡീസലാണ്. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1 ഓടി. ടൈമിംഗ് ചെയിൻ കാര്യങ്ങളൊക്കെ മാറി. കമ്പനി തന്നെ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ പ്രത്യേകം വെച്ചിട്ടുണ്ടല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. ഈ 4 ഡോർ പവർ വിൻഡോ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. സീറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിക്കകം ഉള്ള നല്ല വൃത്തിയുണ്ട്. വണ്ടി നല്ല നീറ്റായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കാണാറുണ്ട്. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ടയറൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നും ഒന്നുമില്ല. എത്ര ചോദ്യം? നമ്മൾ 6.5. 6.5. ഇത് മൈലേജ് എന്താണ്? മൈലേജ് 24 മൈലേജ് കിട്ടും ഡീസലിൽ തന്നെ. ഡീസല്. ഈ വേറെ 1,00,000 കിലോമീറ്റർ പോയി. 1,00,000 കിലോമീറ്റർ ഓടി. 2009 മോഡൽ ഫാബിയ, ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. അലോയ് വീല്, സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. ടോപ്പ് എൻഡ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ്. 1.2 ലിറ്റർ പെട്രോൾ ആണ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 90 ആയിരുന്നു. 90. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ കിലോമീറ്റർ ആണ്. ടോപ്പ് എൻഡ് വേരിയന്റ് അല്ലേ? ടോപ്പ് വേരിയന്റ്. സൺറൂഫ് വരുന്ന മോഡലാണ്. വണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇന്റീരിയറോ കാര്യങ്ങളോ എല്ലാം കമ്പനി ആയി കിടക്കുന്ന ആ മോഡൽ സീറ്റ് കവർ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. മാനുവൽ വണ്ടിയാണ്. ടയർ കണ്ടീഷൻ ഒക്കെ നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദ്യം? ഇത് 2.5. 2.5. എത്ര ഇത് മൈലേജ് എങ്ങനെ? മൈലേജ് ഒരു 14-15 കിട്ടും. പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടിയാണ്. ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെയാണ്. പുതിയ പേപ്പർ എടുത്ത് നമ്മൾ കൊടുക്കും. എന്നവരുണ്ട് പേപ്പർ? 1 മാസം വരെ. 1 മാസം കൂടെ ഉള്ളൂ. 2023 വൗച്ചേഴ്സ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 17,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. ജെന്യൂൻ കിലോമീറ്റർ. വണ്ടി ഓടാൻ തന്നെ ടൈം ആയിട്ടില്ല. ശരി. 2023 വണ്ടി ലാസ്റ്റ്. 1,00,000 രൂപയുടെ അക്സറീസ് തന്നെ നമ്മൾ ഷോറൂമിൽ ചെയ്തിട്ടുണ്ട്. 1,00,000. മാനുവൽ ആണല്ലേ? മാനുവൽ ഹൈലൈൻ ആണ്. നല്ല സീറ്റ് കവർ കാര്യങ്ങൾ. 1 ലിറ്റർ ഹൈലൈൻ ആണ്. വണ്ടിക്കകം ഒക്കെ നല്ല വൃത്തിയാണ്. കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടച്ച് സ്ക്രീൻ അല്ലല്ലോ, ആൻഡ്രോയിഡ് സിസ്റ്റം അല്ല, ഷോറൂം സിസ്റ്റം. അതന്നെ, അത് ആൻഡ്രോയിഡ് ആണല്ലോ. ടയേഴ്സ് ഒക്കെ കൊള്ളാം. നല്ല ടയർ കിടപ്പുണ്ട്. നല്ല ടയർ എന്ന് പറയാനാ വണ്ടി ഓടിയിട്ട് 17 കിലോമീറ്റർ അല്ലേ ഓടിയുള്ളൂ. ഫസ്റ്റ് ടയർ തന്നെ. എത്ര ചോദിക്കുന്നത്? ഇത് 14. 14,500. ഏതെങ്കിലും ഒന്നിൽ ഉറപ്പില്ലേ? 14,500. ഈ മോൾ ഭാഗമൊക്കെ ബ്ലാക്ക് അടിച്ചതാണോ അതോ വണ്ടി വന്നപ്പോഴേ അങ്ങനെ ഡുവൽ ടോൺ ആയിരുന്നു? അല്ല, വണ്ടി ഡുവൽ ടോൺ ആണ്. ഇത് പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. കസ്റ്റമറിന്റെ ആസ്കിംഗ് പ്രൈസ് ആണ് 14,500 അല്ലേ? എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നടക്കും? ചെറിയ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മൈലേജ് ഒക്കെ എങ്ങനെയാണ്? മൈലേജ് 14, 12, 13 അത്രേ ഉള്ളൂ. പെട്രോൾ അല്ലേ? പെട്രോൾ വരുന്നുള്ളൂ. 1 ലിറ്റർ ഹൈലൈൻ.
അപ്പൊ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വണ്ടികൾ ഞാൻ കാണിക്കാത്തത് ഉണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ വന്ന 1-2 വണ്ടി, ഒരു 3-4 വണ്ടി മാത്രം, അതുകൊണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല. ബാക്കിയുള്ള വണ്ടിയെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. അവര് തന്നെ പറഞ്ഞു ആവർത്തനം വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് നമ്മളത് എടുക്കാതിരുന്നതാണ്. അപ്പോൾ വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ഒരു ഇന്നോവ 3.5 ലക്ഷത്തിന് കിടമുണ്ട്, വർഷം ഞാൻ മറന്നുപോയി. അത്തരത്തിലുള്ള വണ്ടികൾ നോക്കുന്നവർക്കും വന്നെടുക്കാവുന്ന നല്ലൊരു സ്ഥാപനമാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ കാണുമ്പോൾ ബൈ.